ഇന്ന് വളരെ എളുപ്പത്തിൽ ഒരു കുക്കർ ബിരിയാണി റെഡിയാക്കാം. കുക്കറിൽ ആദ്യം തന്നെ കുറച്ച് എണ്ണ ഒഴിക്കുക. അത് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് സ്പൈസസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, ബേ ലീഫ് തുടങ്ങിയ ഐറ്റംസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. സവോള ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നല്ല രീതിക്ക് വഴറ്റിയെടുക്കാം. എൻ്റെ കൂടെ എൻ്റെ അസിസ്റ്റൻ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. സവോള വഴറ്റി വന്നിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്കായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഇത്രയും പൊടികൾ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് തക്കാളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ നന്നായി വഴറ്റിയെടുത്ത ആ ഒരു മസാലയിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഇത് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കണം. അതിനോടൊപ്പം തന്നെ ഞാനിവിടെ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 3.5 ഗ്ലാസ് അരിയായിരുന്നു എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ സെയിം അളവിൽ തന്നെയാണ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോഴാണ് കുക്കർ ബിരിയാണിയുടെ വേവൊക്കെ നല്ല കറക്റ്റായിട്ട് വരുള്ളൂ. ഇനി ഇതിലേക്ക് മസാല തേച്ചിട്ടുള്ള ചിക്കനും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ ആവശ്യത്തിന് മല്ലിയിലയും പുതിനയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ അരി ഞാനൊരു അരമണിക്കൂർ കുതിർത്തിയതിന് ശേഷമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് നെയ്യും കൂടെ മുകളിലായിട്ട് ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ തിളപ്പിച്ചിട്ടുള്ള സെയിം അളവിലുള്ള വെള്ളം കൂടി ചേർത്തിട്ട് കുക്കർ നന്നായി അടച്ചു വയ്ക്കാം. ഒറ്റ വിസിൽ വന്നതിന് ശേഷം ഒട്ടും ആവി കളയാതെ ഒരു 20 to 25 മിനിറ്റ് അതുപോലെ തന്നെ വെക്കണം. അതിനുശേഷം നമുക്ക് കുക്കർ തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല സൂപ്പർ ബിരിയാണി റെഡി ആയിട്ടുണ്ടാവും.